അസ്സലാമലൈക്കും. അള്ളാഹുലേക്ക് നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നമ്മൾ ഉത്തരം നൽകണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ തെളിവുകളോ ദൃഷ്ടാന്തങ്ങളോ നമുക്ക് കാണിച്ചു തന്നിട്ട് അതിനെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അതല്ല നമ്മൾ ആ വ്യക്തിയെ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ തെളിവുകൾ അറിയിച്ചു കൊടുക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും ഉണ്ട് എന്നതിനുള്ള തെളിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അധ്യായം 46 സൂറ അഹ്കാഫിലെ 31 മുതല പറയുന്നത്, ഞങ്ങളുടെ സമുദായമേ, അള്ളാഹുലേക്ക് വിളിക്കുന്ന ആൾക്ക് നിങ്ങൾ ഉത്തരം നൽകുകയും അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും വേദനയേറിയ ശിക്ഷയിൽ നിന്ന് അവൻ നിങ്ങൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നതാണ്. അള്ളാഹുലേക്ക് വിളിക്കുന്ന ആൾക്ക് വല്ലവനും ഉത്തരം നൽകാതിരിക്കുന്ന പക്ഷം ഈ ഭൂമിയിൽ അള്ളാഹുവെ അവന് തോൽപ്പിക്കാനാവില്ല. അള്ളാഹുവിന് പുറമെ അവൻ രക്ഷാധികാരികൾ ഉണ്ടായിരിക്കുകയില്ല. അത്രക്കാൾ വ്യക്തമായ വഴികേടിലാകുന്നു. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും അവയെ സൃഷ്ടിച്ചത് കൊണ്ട് ക്ഷീണിക്കാതിരിക്കുകയും ചെയ്ത അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ തന്നെയാണെന്ന് അവർക്ക് കണ്ടുകൂടെ? അതെ, തീർച്ചയായും അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾ അംഗീകരിക്കാനാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മതത്തിലേക്ക് നമ്മൾ ക്ഷണിക്കാറുണ്ട്, പക്ഷെ ഇവിടെ പറയുന്നത് അള്ളാഹുലേക്ക് വിളിക്കുന്ന ആളെന്നാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ആളെന്ന് പറയുമ്പോൾ യഥാർത്ഥ അള്ളാഹുവിന്റെ തെളിവുകൾ അവിടെ കാണിച്ചിട്ടാണ് അള്ളാഹുലേക്ക് വിളിക്കുന്നത്. അതിനാണ് നമ്മൾ അള്ളാഹുലേക്ക് വിളിക്കുക എന്ന് പറയുന്നത്. ഈ കാര്യം തന്നെ തൊട്ടു മുന്നേ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിന് തുടക്കത്തിൽ പറയുന്നുണ്ട്. 7-ാമത്തെ സൂക്തം പറയുന്നത്, സുവ്യക്തമായ നിലയിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ സത്യം തങ്ങൾക്ക് വന്നെത്തുമ്പോൾ അതിനെപ്പറ്റി ആ സത്യനിഷേധികൾ പറയും, ഇത് വ്യക്തമായ ഒരു മായാജാലമാണെന്ന്. അള്ളാഹുവിന്റെ വ്യക്തമായ തെളിവുകൾ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ പറയുന്നത് എന്താ? ഇത് വെറും മായാജാലമാണെന്ന് പറയുന്നു. നമ്മൾ മുന്നേ പറഞ്ഞു അള്ളാഹുവിലേക്ക് വിളിച്ചാൽ നിങ്ങൾ വിളി കേൾക്കണമില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമാണെന്ന്. ഇവിടെ പറയുന്നത് നമ്മുടെ തെളിവുകൾ, വ്യക്തമായ തെളിവുകൾ കേൾപ്പിച്ചെടുക്കുമ്പോൾ അത് മായാജാലാണെന്ന് പറയുന്നു. അതല്ല, അദ്ദേഹം റസൂൽ അത് കെട്ടിച്ചമച്ച് എന്നാണോ അവർ പറയുന്നത്? നീ പറയുക, ഞാൻ അത് കെട്ടിച്ചമച്ചതാണെങ്കിൽ എനിക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒട്ടും രക്ഷ നൽകാൻ നിങ്ങൾ കഴിയില്ല. അതിൽ ഖുർആന്റെ കാര്യത്തിൽ നിങ്ങൾ കടന്നു സംസാരിക്കുന്നതിനെ പറ്റി അവൻ നല്ലവണ്ണം അറിയുന്നവനാകുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അവൻ തന്നെ മതി. അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഖുർആന്റെ കാര്യത്തിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം തീർച്ചയായിട്ടും അള്ളാഹു നമുക്കിടയിലുണ്ട്, നമ്മളെ കൂടെ ഉണ്ട്, നമ്മളെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ആ സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള തെളിവുകൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കണം. കാരണം അത് വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 2 വ്യക്തിയാണെങ്കിൽ 3-ാമനായി അള്ളാഹു ഉണ്ട്, 3 വ്യക്തിയാണെങ്കിൽ 4-ാമനായിട്ട് അള്ളാഹു ഉണ്ട്. അപ്പൊ ആ അള്ളാഹുവിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കാനാണ് പറയുന്നത്.